അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കനകമല എന്ന് പറയുന്ന സ്ഥലത്ത് നോമ്പിലെ എല്ലാ ദിവസവും മല കയറുന്ന ഒരു സ്ഥലമുണ്ട്, കനകമല മല. ഈ മല രണ്ടാമതും എനിക്ക് കയറാൻ ഒരവസരം ഉണ്ടായി. അപ്പോൾ ഞാൻ മല കയറുന്നതിനിടയിൽ ഒരു വയസ്സായ ഏകദേശം ഒരു 84 വയസ്സായ ഒരു വല്യമ്മ മല കയറുന്നത് കണ്ടു. നമ്മളൊക്കെ കയറുമ്പോൾ നമുക്ക് അവിടെ വേദന ഇവിടെ വേദന എന്ന് പറയുമ്പോൾ ഈ വല്യമ്മ ഏകദേശമല്ല, ഈ 84 വയസ്സായ ഈ ചേച്ചി നോമ്പിലെ എല്ലാ ദിവസവും മല കയറി ദൈവത്തോട് പ്രാർത്ഥിച്ച് കൂട്ടത്തിൽ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു വരുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ വീട്ടിൽ. ചേച്ചിക്ക് എന്നും മല കയറുമോ? എല്ലാ ദിവസം എന്ന് പറഞ്ഞാൽ നോമ്പിലെ 57 ദിവസം കയറും. വയസ്സ് എത്രയായി ഇപ്പോൾ? 84 വയസ്സായി അല്ലേ? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്ക് നമ്മൾ ജനിച്ചു വളർന്നതൊക്കെ എവിടെയാണ്? ശ്രീലങ്കയിലല്ലേ? ആ ആ. അപ്പോൾ അവിടെ വെച്ചാണ് നിങ്ങളുടെ കല്യാണം? ഇന്ത്യയിലേക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യയിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അവർ കല്യാണം കഴിച്ചു. സേവിയർ എന്നാണ് ആളുടെ പേര് അല്ലേ? ആളൊക്കെയായിട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു? നല്ല ജീവിതം. നല്ല ജീവിതമായിരുന്നു. പേരെന്തെന്നാ ചേച്ചിയുടെ? കാർമണി. ഇപ്പോഴോ? അപ്പോൾ ശ്രീലങ്കൻ ഭാഷ ഇപ്പോഴും അറിയോ? അതിപ്പോഴും അറിയോ? ഓ അല്ലേ, ഒക്കെ മറന്നുപോയി. അപ്പനും അച്ഛനും അമ്മയും അവരൊക്കെ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ അവർ വിളിക്കാറുണ്ടോ? ഓ അല്ലേ, എല്ലാവരും ഉള്ളു അല്ലേ? അപ്പം ഇത് വെച്ചിട്ടാണ് മലമോള് കയറുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ബലം തരണം. വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ദൈവത്തിനോട് പറയാനുണ്ടോ? അപ്പോൾ ദൈവം തരുന്നത് വാങ്ങാം. ആ രീതിയിൽ നമ്മൾ 84 വയസ്സായി എന്നിട്ടും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് സ്ഥിരം കയറി ഇറങ്ങണം. പിന്നെന്താ, നമുക്ക് വേറെ നമ്മുടെ ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും അതാണ് നമ്മളൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്ന ആള് മല കയറുമ്പോൾ തീർച്ചയായും ദൈവമേ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു കൃപ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഈ അമ്മ നോമ്പിലെ 57 ദിവസവും മുടങ്ങാതെ മല കയറുന്നത്. ഇങ്ങനെയും നമ്മളും ഇതുപോലെ അമ്മമാരുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും.